ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, സൺഡേ വ്ളോഗ്. അപ്പം ഇപ്പം സമയം 10 മണിയായെന്ന് തോന്നുന്നു. ഇനി എനിക്ക് സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ട്, ഡാൻസ് ക്ലാസ്സിൽ പ്രാക്ടീസ് ഉണ്ട്. കാരണം നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റിംഗ് എത്തി, പ്രൈസൊക്കെ വാങ്ങണ്ടേ. സോ എനിക്കാണെങ്കിൽ പനിയുടെ ചെറിയൊരു ഇതൊക്കെ ഒരു തൊണ്ടവേദന, തലവേദന, പിന്നെ ബോഡി പെയിൻ അതെപ്പോഴും ഉണ്ട്. സോ അത് ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പം ഒച്ചയ്ക്കൊക്കെ ഒരിതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം ഫുഡ് കഴിക്കാൻ പോവാ. ഞാൻ ഫോർക്ക് എടുക്കാൻ വന്നേ, ഞാൻ മറന്നുപോയി. ഫോർക്ക് എടുക്കാൻ വന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് റെഡിയായിട്ട് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 3 മണിയൊക്കെ ആകും വരാൻ. എന്നിട്ട് പിന്നെ ഡാൻസിന് പോകണം. അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം എൻ്റെ സൺഡേ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ എന്തോ എടുത്തിടും. ഫേസ് കണ്ടോ? വീണേനെ മൊത്തം തപ്പിക്കൊണ്ടിരിക്കുമോ. ഒരു ചുമന്ന ചുരിദാർ കാണാം, അത് തപ്പിയിട്ട് വരാം. അവസാനം എൻ്റെ തിരച്ചിലിന് ശേഷം ഒരു ഡ്രസ്സ്. അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഡ്രസ്സ്. ക്രിസ്മസ് വൈ പോലെ ഉണ്ടെന്ന് തോന്നുന്നു, ബട്ട് കുഴപ്പമില്ല. ഇതിൽ വേറെ ഇച്ചിരി കൂടെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റി. ഞാനിപ്പോൾ ഇടുന്നത് സൺസ്ക്രീനാണ്, സാധാ ഒരു സൺസ്ക്രീൻ. പക്ഷേ കുറേ പേര് ഞാൻ കുട്ടി അടിക്കുന്നെന്നൊക്കെ പറയും. എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. പക്ഷെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് പുറത്ത് കാണാം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ തോട്ടെങ്കിൽ ഇങ്ങനെ ഒരേ ഫോൺ വെച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ചെയ്തിട്ട് വരാം. റെഡിയായി. മുടി അയച്ചെടുത്തില്ല, മുടി ഞാനിപ്പോൾ കെട്ടി വയ്ക്കും. മുടി ഞാനിപ്പോൾ പോണിറ്റെയിൽ കെട്ടും. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതിനാണ് നിങ്ങൾ കുട്ടിയടി എന്ന് പറയുന്നത്. കണ്ണെഴുതി, ഇച്ചിരി മസ്കാര, തൊമ്മണി മസ്കാര, ലിപ്സ്റ്റിക്ക്, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ ഇതിൽ കണ്ടോ, കണ്ണെഴുതാനുള്ളതും ലിപ്സ്റ്റിക്കിനുള്ളതും മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരു ഫൗണ്ടേഷൻ പോലും ഇല്ല. ബ്ലഷുണ്ട്, പിന്നെ ഐ ഷാഡോസ് ഉണ്ട്, അല്ലാതെ വേറെ ഒരു സാധനമില്ല. മൊത്തം ലിപ്സ്റ്റിക്ക്, മൊത്തം പല പല ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, ലിപ്സ്റ്റിക്കും, ഇത്രയേ ഉള്ളൂ. കുട്ടിയടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, ചെയ്യാത്തൊരു കാര്യം. ഞാൻ മുടി കെട്ടട്ടെ ഗീസ്. അങ്ങനെ ഞാൻ പ്രാക്ടീസിനൊക്കെ പോയിട്ട് വന്നു. ഇപ്പം 3:30 പ്രാക്ടീസൊക്കെ ചെയ്തു. ഇന്നാണ് ഞങ്ങൾ സംഭവം തീർത്തത്. അന്ന് ഞാൻ ബനിയൻ മാറി, പിന്നെ പാൻറ്റ് മാറിപ്പോയി. ഇത് മമ്മിയുടെ പാൻറ്റാണ്. സോ പിന്നൊക്കെ കുത്തിയിട്ടിരിക്കുക. പിന്നെ ഡാഡി പുറത്ത് പോയിട്ട് വന്നപ്പോൾ വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, ബിരിയാണി ഉണ്ട്. അതിന് ഇത് രണ്ട് കഴിച്ചിട്ട്, ഇതൊരു സ്റ്റാർട്ടറാണ്, അപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്ക് കഴിക്കണം. കഴിച്ചിട്ട് ഇന്നൊന്ന് ഹെയർ കെയർ ചെയ്യണം. ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് വൃത്തിയായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത്. കുറേ നാളായി ഭയങ്കര മുടി കൊഴിച്ചിൽ ഈയിടെയായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ബിരിയാണി കഴിക്കുന്നു. അയ്യ, പനിയാണ് അമ്മയ്ക്കും എനിക്കും. ഇവിടെ ഒന്ന് കഴിയുമ്പോൾ ഒന്നാണ്. അയ്യോ, അങ്ങനെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. ഭക്തിമാർഗം അമ്പലത്തിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ഇച്ചിരി നേരം ഇരുന്നിട്ടൊക്കെ വന്ന്. ഹെയർ കെയർ ഒന്നും നടന്നില്ല ഗൈസ്. സമയമായപ്പോൾ സമയം കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ ചുമ്മാ ഇച്ചിരി എണ്ണ ഇട്ടിട്ട് ഷാമ്പൂ ഇട്ട് കുളിച്ച്. മുടി കേളായിട്ട് കിടക്കുന്നു. എൻ്റെ അങ്ങനെ കിടക്കാറില്ല, പക്ഷെ അത് കൊള്ളാമല്ലേ, ഇഷ്ടപ്പെട്ട്. ഉണങ്ങിയിട്ടില്ല മുടി കഴിയപ്പം ഇച്ചിരി ആശ്വാസം. പനി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയെ കഴിക്കില്ല, പക്ഷെ പനി മാറിയതുമില്ല. അല്ലെങ്കിലും പിന്നെ അമ്പലത്തിൽ ഇപ്പോൾ കുളിക്കണ്ട നമ്മൾ. സോ അങ്ങനെ കുളിച്ചതാ. അപ്പോൾ ഹെയർ കെയർ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഇന്ന് സമയം കിട്ടിയില്ല, അതാ സത്യം, സമയം കിട്ടിയില്ല. ഇല്ല ഞാൻ കാണിച്ചു തന്നേനെ.
അത് കഴിഞ്ഞ് വന്ന് ഫുഡ് പപ്പ റോസ്റ്റഡ് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് കഴിച്ചു, പക്ഷെ അതൊന്നും ആവത്തില്ല. സോ അത് കഴിച്ച്, പക്ഷെ അന്നേരത്തുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം തന്നു വിട്ടു. ഞാൻ എപ്പോൾ പോയാലും മിക്കവാറും എനിക്ക് പായസം കിട്ടും, മിക്കവാറും കിട്ടും. സോ പായസം കഴിക്കാം നമുക്കിനി. അപ്പം ഇച്ചിരി വിശപ്പ് കുറയും. എങ്ങനെ ഭയങ്കര സ്നേഹം, എന്തോ ചെയ്യാൻ, എവിടെ നിന്ന് കിട്ടും ഇതേപോലത്തെ ഒരെണ്ണത്തിനെ? ഹലോ പറ, ഹലോ പറ, ഹലോ. പാവാട്ടോ, രാത്രി എനിക്ക് എൻ്റെ കൂടെ കിടന്ന് എന്നെ ഉറക്കും, നന്നായിട്ട് ഉറക്കും. എൻ്റെ ഇങ്ങനെ തന്നെ ഒരു ശല്യം ഇല്ലാത്തൊരു പൂച്ചയാട്ടോ. ഇതിപ്പോൾ ഫുഡ് കൊടുക്കാനുള്ള സോപ്പിടല. അപ്പം അത്രേ ഉള്ളൂ സൺഡേ വ്ളോഗ്. എൻ്റെ ഒരു സൺഡേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവും. പിന്നെ ഇനിയിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം എനിക്ക്. കോമ്പറ്റീഷൻ ഈ ട്യൂസ്ഡേ ആണ് എനിക്ക് കോമ്പറ്റീഷൻ. സോ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി ഇച്ചിരി ഉറങ്ങട്ടെ. എന്നിട്ട് നാളെ രാവിലെ സ്കൂളുണ്ട്. അപ്പം ഞാൻ മിക്കവാറും ഈ ഒരു ആഴ്ചയെന്ന് പറഞ്ഞ് ഈ ഒരു ആഴ്ചത്തെ വ്ളോഗ് ആയിരിക്കും എടുക്കുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 5 ദിവസത്തെ ഒരു വ്ളോഗ് മിക്കവാറും ഇനിയിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരും. ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് വല്ല ലെങ്ത്തും കാണത്തില്ല, എനിക്ക് അങ്ങനെ അധികം കാണിക്കാനും കാണത്തില്ല. കാരണം ഞാൻ മിക്കവാറും പ്രാക്ടീസ് വീട്ടിൽ അങ്ങനെ നിൽക്കാറില്ല. ഞാൻ മിക്കവാറും പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.